എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ബീട്രൂട്ട് ബിരിയാണി എന്ന് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബിരിയാണി കണ്ടിട്ടുണ്ട്. പക്ഷെ ബീട്രൂട്ടും കൊണ്ടൊരു ബിരിയാണി കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ? എന്നാൽ വരൂ നമുക്ക് നോക്കാം എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു ബീട്രൂട്ട് ബിരിയാണി വീട്ടിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. ഇതൊരു വെറൈറ്റി ലഞ്ച് ബോക്സ് ആയിട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇപ്പോൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ഈ കാണുന്ന ഹോൾ സ്പൈസസ് ആണ് എടുത്തിട്ടുള്ളത്. പട്ട, ബേ ലീഫ്, ജീരകം, പെരുംജീരകം, 2-3 ഏലക്ക. ഇത്രയും സ്പൈസസ് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. വല്ലാതെ പൊടിക്കേണ്ട കാര്യമില്ല, ഒന്ന് ക്രഷ് ചെയ്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ഇട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നല്ലവണ്ണം പഴുത്ത ഒരു തക്കാളി അരിഞ്ഞിട്ട് ഇതിനെ നമ്മളൊരു ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കുകയാണ്. അത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ഒരു സ്മോൾ ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, പിന്നെ ഒരു മീഡിയം സൈസ് ഒരു സവാള എടുത്ത് നമ്മൾ ഇതുപോലെ ചോപ്പ് ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് ഈ ബിരിയാണിയിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, 2-3 പച്ചമുളക് നടുക കീറിയത്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ടുന്ന സാധനങ്ങൾ. പിന്നെ ഞാനിവിടെ ജീരകശാല അരി എടുത്തിട്ട് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിച്ച അരി ഒരു 2.5 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസും ഉപയോഗിക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ 1-1.5 ടേബിൾ സ്പൂണോ നെയ്യ് ഇട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, അതോടൊപ്പം നടുക കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. നമ്മൾ സാധാരണ ചിക്കൻ കറിക്കൊക്കെ ഉള്ളി വഴറ്റിയെടുക്കുന്ന പോലെ നന്നായി വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി ആ ക്രിസ്പിനെസ് അവിടെ ഇരുന്നാലും കുഴപ്പമില്ല. അത്രയും ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അതായത് ഏകദേശം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1 മിനിറ്റോളം നന്നായി വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഹോൾ ബിരിയാണി മേക്കിംഗ് പ്രോസസ്സിൽ ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഇത്തിരി ലെങ്തി ആയിട്ടുള്ളത്. കാരണം നമ്മൾ ഈ പേസ്റ്റ് അതിൻ്റെ പച്ചമണം മാറി തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് അതിന് ആ നെയ്യ് ഇങ്ങനെ വിട്ട് വരുന്നത് വരെ നമുക്കിത് സോട്ട് ചെയ്ത് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഇത്തിരി ലെങ്തി ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഈ ബിരിയാണി മേക്കിങ്ങിൽ വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്സാണ്. അപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വേറൊരു നല്ലൊരു മണം ഇതിന്ന് വരും നന്നായി വഴഞ്ഞു കിട്ടുമ്പോൾ. അങ്ങനെ ആ ഒരു നല്ല മണം വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബീട്രൂട്ട് നന്നായി വെന്ത് കിട്ടുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ കാണുന്ന സാധനങ്ങളെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ബീട്രൂട്ട് വേകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറ് ഓരോരോ പാർട്ട് ബൈ പാർട്ടായിട്ട് ഇട്ട് കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ട് തികയാതെ വരും, 2.5 കപ്പായിരിക്കുമൊക്കെ. അതുകൊണ്ട് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ആ എല്ലാ ചോറിൻ്റെ വറ്റിലും നമ്മൾ ആ മസാല നന്നായി പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറ് ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം, ഉപ്പ് കുറവുണ്ടെങ്കിൽ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാ വറ്റിലും നമ്മൾ ആ മിക്സ് നന്നായി കൂട്ട് ചെയ്ത് വരുന്നത് പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിലാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ആ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റൊക്കെ ആ ചോറിലൊന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 6-7 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. ഒരു 6-7 മിനിറ്റൊക്കെ കഴിയുമ്പോൾ കണ്ടോ, ഇത് തുറക്കുമ്പോൾ തന്നെ എന്താ ഇവിടെ ഒരു മണം. അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് ബിരിയാണി എന്തായി? ബീട്രൂട്ട് ബിരിയാണി റെഡിയായി. ഇത് ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ലഞ്ച് ബോക്സ് ആയിട്ടാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നത് കൊണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം. ഓക്കെ.